അതുകൊണ്ട് തന്നെ മാക്സിമം എഫിഷ്യൻസിയോടെ വർക്കൗട്ട് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാം എന്നതിൻ്റെ സീക്രട്ട് അതാണ്. നമസ്കാരം, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ +1 ബോട്ടണിയുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ്, എക്സ്പെക്റ്റഡ് വെയിറ്റേജ് മാർക്ക്. അപ്പോൾ നമ്മൾ +1 ബോട്ടണി സബ്ജക്റ്റിലെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്, ഓരോ ചാപ്റ്ററിൽ നിന്നിട്ട് എത്ര മാർക്കിന് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അറിയുന്നതോടുകൂടി ഇതുവരെ പഠിച്ചിട്ടുള്ള പഠന രീതികൾ കുറച്ചുകൂടെ സ്മാർട്ടാക്കാൻ എല്ലാ വിദ്യാർത്ഥികളെയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്കപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. +1 ബോട്ടണിയിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം, മോർഫോളജി, അനാട്ടമി, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണ്? നമ്മൾക്ക് വെയിറ്റേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് തൊട്ട് താഴെ റെസ്പിറേഷനും 8 മാർക്കിന് വെയിറ്റേജ് കാണുന്നുണ്ട്. ബട്ട് റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അത് ജസ്റ്റ് 8 മാർക്ക് ഉണ്ടെങ്കിൽ അതൊരു 7 മാർക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ ചാപ്റ്റർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് എക്സാമും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം, നീറ്റ് അങ്ങനെയുള്ള എക്സാമുകളൊക്കെ നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് അത്യധികം ഇമ്പോർട്ടൻസ് കണ്ടുവരുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സും. അപ്പോൾ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ടോപ്പിക് നമുക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ടോപ്പിക്സ് പഠിച്ചാൽ മതി. ബട്ട് ആ ഒരു ചാപ്റ്ററിനെ ഒന്ന് നോക്കി വെക്കുക. പല സ്ഥലത്തും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള, ഇപ്പം നീറ്റ് എക്സാം ആണെങ്കിലും ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാമിനും നമ്മുടെ +1 ബോട്ടണി നമ്മുടെ ഇപ്പോഴത്തെ ബോർഡ് എക്സാമിനും ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒരുപാട് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്, പഠിക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന് അത്യധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, നമ്മളപ്പോൾ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത സുവോളജിയുടെ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അനിമൽ കിങ്ഡത്തിനും അതുപോലെ ബയോമോളിക്യൂൾസിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബോട്ടണിയുടെ ചാപ്റ്ററാണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. നമുക്ക് ജസ്റ്റ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒന്ന് നോക്കാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. നമുക്ക് മാക്സിമം 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാം. 2 മാർക്കിന് പ്രതീക്ഷിക്കാൻ പറ്റും. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നിട്ട് 4 മാർക്കിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ എളുപ്പം നമുക്ക് കിട്ടുന്ന ചാപ്റ്റേഴ്സ് ആണ്. ദെൻ നമ്മൾ അടുത്ത മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മോർഫോളജി പഠിക്കുന്ന ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നിട്ട് 6 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി നല്ലൊരു ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനൊക്കെ സാധ്യതകളുണ്ട്, ബട്ട് അങ്ങനെ തെറ്റിപ്പോകരുത്. ദെൻ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, 6 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളതാണ്. പിന്നീട് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം? ജസ്റ്റ് NCERT ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് കുറേ പുതിയ കണ്ടൻറ്റുകൾ പറഞ്ഞു തരുന്ന ഒരു കഥ പോലെയുള്ളൊരു ചാപ്റ്ററാണ് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ മുൻപ് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു NCERT റീഡർക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഒരുപാട് നമുക്ക് പഠിക്കാനൊന്നുമില്ല, ബട്ട് കുറേ കഥകളും കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കുറേ ഡിസ്ക്രിപ്ഷൻസ് ആണ് ആ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. ദെൻ സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, അത് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നമുക്കൊരു 1 hour സ്പെൻഡ് ചെയ്താൽ കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. 1 hour വേണ്ട. അപ്പം ഈ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ എടുക്കത്തേ ഉള്ളൂ. അത്രയ്ക്കും ചെറിയൊരു ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അത് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. പിന്നീട് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ഇത്ര എളുപ്പമുള്ളൊരു ചാപ്റ്റർ, വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. 4 മാർക്ക് വെയിറ്റേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ മിനറൽ ന്യൂട്രീഷനിൽ നിന്ന് 4 മാർക്ക്. പിന്നീട് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ഒരു മടിയും കൂടാതെ കംപ്ലീറ്റ് പഠിക്കണം.
അപ്പം സാധാരണ നമ്മളൊരു ചാപ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ടോപ്പിക്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അത് പോട്ടെ എക്സാമിന് വരൂല എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് എല്ലാ ടോപ്പിക്കും പഠിക്കണം. ഇനി അത് കഴിഞ്ഞ് പഠിക്കാൻ പറ്റുമെങ്കിൽ അതും പഠിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു ചാപ്റ്ററാണ്. ബിക്കോസ് പല എൻട്രൻസ് എക്സാമിനും ഈ ബോർഡ് എക്സാം ഇപ്പോൾ കഴിയും, ബട്ട് അത് കഴിഞ്ഞും നമ്മളെ നല്ലൊരു പൊസിഷനിൽ എത്താൻ ക്യാപ്പബിലിറ്റി ഉള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രെസ്സ് അതിന് കൊടുക്കണം. +1 പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ചാപ്റ്ററിനെ വിടരുത്. +2 പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്താൽ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്ററാണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. പിന്നീട് റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നിട്ട് 8 മാർക്ക്, 8 മാക്സിമം ആണ്, ഒരു 6 മുതൽ 8 വരെ മാർക്ക് അത്രയും പ്രതീക്ഷിക്കാൻ പറ്റും ആ ചാപ്റ്ററിൽ നിന്നിട്ട്. പിന്നീട് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്നിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ടേബിൾ വരച്ച് കൺസ്ട്രക്ട് ചെയ്താൽ തീർന്നു ആ ചാപ്റ്റർ. അപ്പോൾ +1 ബോട്ടണിയുടെ ചാപ്റ്റർ ലിസ്റ്റാണ്. നമുക്കറിയാം നമുക്ക് 30 മാർക്കിനാണ് മൊത്തത്തിൽ. ബയോളജി 60 മാർക്ക്, അപ്പോൾ ബോട്ടണിക്ക് 30 മാർക്കാണ്. പക്ഷേ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ 60 മാർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നല്ലൊരു തുടക്കമായി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുൻപോട്ട് പോവുക. പറ്റും, പാടുള്ള ടോപ്പിക്കായിട്ടൊന്നുമില്ല. ബോട്ടണിയിലും സുവോളജിയിലും ഇല്ല. നമ്മളത് സ്പെസിഫിക് ആയിട്ട് ഓരോ ടോപ്പിക്കും പഠിച്ചാൽ മതി. ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ പഠിച്ചു മുൻപോട്ട് പോവുക. എല്ലാവർക്കും നല്ല സ്കോർ നേടാൻ തീർച്ചയായും കഴിയുന്നതാണ്. ഒരു വിധത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളോടും പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ്. അത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണെങ്കിൽ ഓക്കെ, നമുക്കത് സോൾവ് ചെയ്ത് പഠിച്ചിട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ +1 ബോർഡ് എക്സാമിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിനൊക്കെ അത്യധികം ഇമ്പോർട്ടൻസ്. കാരണം പല ക്വസ്റ്റ്യൻസും മെയിൻ എക്സാമിന് കയറി വരാറുണ്ട്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഇതുവരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പിന്നെ വരത്തുള്ളൂ. പുതുതായിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം എഫിഷ്യൻസിയോടെ വർക്കൗട്ട് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാം എന്നതിൻ്റെ സീക്രട്ട് അതാണ്. അപ്പോൾ ആ ഒരു സീക്രട്ട് മനസ്സിലാക്കി വെച്ച് എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ പഠിക്കുക. സഞ്ജയ് സാർ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ. ദൈവമേ, ഓ ഭാഗ്യം.